ബാർകോഴ വിവാദത്തിൽ രാജിവെച്ച കെ.എം. മാണി പ്രശാന്തിയിൽ നിന്ന് പാലായിലേക്ക് പുറപ്പെട്ടു. സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാലാ യാത്ര നടത്തുന്നത്. ആദ്യ സ്വീകരണം പട്ടത്താണ്. പട്ടത്ത് നിന്ന് തത്സമയം നമ്മോടൊപ്പം സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപക്ഷെ ഇലക്ഷൻ അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലെ ഉള്ള ഒരു ശക്തി കാണിക്കൽ കൂടിയാണ് മാണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു സ്വീകരണവും ഈ പാലാ യാത്രയും ഒക്കെ തന്നെ. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ ഒരു വിഭാഗം എതിർചേരിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സ്വീകരണ പരിപാടിയാണോ പട്ടത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്? എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? തീർച്ചയായും സൗമ്യ, പട്ടത്താണ് ആദ്യത്തെ സ്വീകരണ കേന്ദ്രം കെ.എം. മാണിക്ക് ഒരുക്കിയിട്ടുള്ളത്. കെ.എം. മാണി പട്ടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പട്ടം മുതൽ പാല വരെ കെ.എം. മാണി ഇന്ന് പോകുന്നത്. ഒട്ടേറെ കേരള കോൺഗ്രസ് പ്രവർത്തകർ അനുഗമിക്കുന്നുണ്ട്. ആന്റണി രാജു, ജോസഫ് എം പുതുശ്ശേരി, ജോസ് കെ മാണി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ കെ.എം. മാണിക്കൊപ്പം ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ആദ്യ സ്വീകരണ കേന്ദ്രമായ പട്ടത്താണ്. പാലായിൽ വെച്ചാണ് ഏറ്റവും ഒടുവിലത്തെ സ്വീകരണ യോഗം. അവിടെയാണ് വലിയ യോഗമായി തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റെല്ലാ യോഗങ്ങളും റോഡരികിലുള്ള കുഞ്ഞു കുഞ്ഞു യോഗങ്ങളാണ്. പട്ടത്തിന് ശേഷം കൊട്ടാരക്കരയ്ക്ക് ശേഷം അടൂര്, ചങ്ങനാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്വീകരണ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡരികിലെല്ലാം സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് പാലായിലേക്ക് പോവുക എന്നതാണ് കെ.എം. മാണിയുടെയും കേരള കോൺഗ്രസ് പ്രവർത്തകരുടെയും ഉദ്ദേശം. അതോടൊപ്പം തന്നെ കെ.എം. മാണിക്ക് ബാർകോഴ കേസിൽ നീതി കിട്ടിയിട്ടില്ല. രണ്ട് തരത്തിലുള്ള നീതിയാണ്, രണ്ട് തരത്തിലുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന പൊതുവികാരം കേരള കോൺഗ്രസിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് യു ഡി എഫ് നേതാക്കളെ എല്ലാവരെയും തന്നെ ഇന്നത്തെ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കെ.എം. മാണി തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള നീതിയുടെ കാര്യത്തിൽ സംശയമുണ്ട്. തനിക്ക് നീതി കിട്ടിയിട്ടില്ല. തന്നെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവർ സ്വന്തം പാളയത്തിൽ തന്നെയാണ് ഉള്ളത്, UDF-ൽ തന്നെയാണ് ഉള്ളത് എന്ന സൂചനകളോടെയായിരുന്നു സംസാരിച്ചത്. അതിൻ്റെ അനുരണനമെന്നോളം ഇന്നത്തെ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരണ യോഗങ്ങളിൽ നിന്നും കേരള കോൺഗ്രസ് നേതാക്കൾ ഒഴികെ മറ്റ് UDF നേതാക്കൾ എല്ലാവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കെ.എം. മാണി പട്ടത്തെത്തുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ പ്രശാന്തി ഔദ്യോഗിക വസതിയിൽ നിന്ന് കെ.എം. മാണി ഇറങ്ങിയിട്ടുണ്ട്. ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പട്ടത്തെത്തും. സൗമ്യ, ഒരു പക്ഷേ സജേഷ്, ഇങ്ങനെ ഒരു ആഘോഷ പരിപാടിയിലൂടെ കെ.എം. മാണി കടന്നു പോകുമ്പോൾ ഇന്ന് പാലായിലെത്തുമ്പോൾ ചില സൂചനകൾ അദ്ദേഹം നൽകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ സജേഷ് നേരത്തെ പറഞ്ഞ പോലെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ മാണി പറഞ്ഞപ്പോൾ അത് സ്വാഭാവികമായും കൊണ്ടത് UDF-നുള്ളിൽ തന്നെ ഉള്ളവർക്കാണ്. അത് വായിച്ചെടുത്തത് ആ വിധത്തിൽ തന്നെയായിരുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ തനിക്കെതിരെ ഒരു കരിനീക്കം നടക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ ആയിരുന്നു. ഇന്നത്തെ ഈ ഒരു സ്വീകരണവും പാലായിലേക്കുള്ള ഈ വലിയ കൊട്ടിഘോഷിച്ചുള്ള ഒരു യാത്രയും ഒക്കെ UDF ക്യാമ്പിനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ എത്രത്തോളം പ്രത്യക്ഷത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്? സൗമ്യ, കെ.എം. മാണിയുടെ നീക്കങ്ങൾ വളരെ ആശങ്കയോടുകൂടിയാണ് UDF കേന്ദ്രങ്ങൾ കാണുന്നത്. UDF നേതാക്കൾ അങ്ങോട്ട് പോയി സംസാരിച്ചതല്ലാതെ UDF നേതാക്കളോട് ആരോടും ഈ രാജിക്ക് ശേഷം കെ.എം. മാണി മനസ്സ് തുറന്നിട്ടില്ല. രാജിക്ക് ശേഷം നടന്ന UDF യോഗത്തിലും കെ.എം. മാണി പോയില്ല. നമുക്കറിയാവുന്നതുപോലെ ജോസഫ് എം പുതുശ്ശേരിയും റോഷി അഗസ്റ്റിനും രണ്ടുപേരുടെ കൈവശം രാജിക്കത്ത് കൊടുത്തയക്കുക മാത്രമാണ് ഉണ്ടായത്. പിന്നീട് കണ്ട മുഖ്യമന്ത്രിയോട് തൽക്കാലം മന്ത്രിസ്ഥാനം കൈവശം വെച്ചോളൂ എന്ന കാര്യം മാത്രമാണ് മാണി പറഞ്ഞിട്ടുള്ളത്. എന്താണ് മാണി മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് UDF നേതാക്കൾക്കും വ്യക്തമല്ല. രാജിക്ക് ശേഷം നടന്ന ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ വളരെ വ്യക്തമായ സൂചനകളോടുകൂടി കെ.എം. മാണി സംസാരിച്ചിരുന്നു. തനിക്കെതിരെയുള്ള ബാർകോഴ കേസ് ഉൾപ്പെടെയുള്ള ഗൂഢാലോചന UDF പാളയത്തിൽ നിന്ന് തന്നെയാണെന്ന വ്യക്തമായ സൂചനകളോടെയാണ് സംസാരിച്ചത്. അതിൽ കെ ബാബുവിനും തനിക്കും ഈ കേസിൽ രണ്ട് തരം നീതിയാണ്. ഒരു പടി കൂടി കടന്ന് കെ ബാബുവിന് കൂടുതൽ പരിഗണന കിട്ടുന്നുണ്ടെങ്കിൽ തനിക്കതിൽ വിഷമമില്ലെന്ന വിശദീകരണവും ഇന്നലെ കെ.എം. മാണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇത്തരം ഈ വികാരം കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിൽ ശക്തമാണ്. മാണി ഒഴികെയുള്ള ഒന്നാം നിര നേതാക്കൾ രംഗത്ത് വരുന്നില്ലെങ്കിലും രണ്ടാം നിര നേതാക്കൾ എല്ലാവരും തന്നെ ഈ നിലപാട് ശക്തമായി തുടരുന്നു. മാണി ഇപ്പോൾ പട്ടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു വികാരത്തിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് കെ.എം. മാണി ഇപ്പോൾ സ്വീകരണ യോഗങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ആദ്യ സ്വീകരണ കേന്ദ്രം പട്ടത്താണ്. പട്ടത്തിന് ശേഷം കൊട്ടാരക്കരയിലാണ് സ്വീകരണ കേന്ദ്രം. അതിനുശേഷം അടൂര്, ചങ്ങനാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏറ്റവും ഒടുവിൽ മാണിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള പാലായിലാണ് സ്വീകരണമുള്ളത്. പാലായിലെ സ്വീകരണം PJ ജോസഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ യോഗങ്ങളിൽ നിന്നെല്ലാം
സ്വീകരണ ചടങ്ങുകൾ ഉൾപ്പെടെ എല്ലാ തരത്തിലും യോഗങ്ങളിൽ നിന്ന് UDF നേതാക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിലൂടെ വ്യക്തമായൊരു സന്ദേശമാണ് UDF നൽകുന്നു. താൻ മുറിവേറ്റവനാണ്, താൻ ദുഃഖിതനാണ്, തനിക്ക് നീതി കിട്ടിയില്ല. ഇതാണ് മാണി UDF നൽകുന്ന സന്ദേശം. ഒരേ മന്ത്രിസഭയിലെ 2 പേർക്കെതിരെ ഒരേ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. എന്നാൽ അതിൽ ഒരാളുള്ള സമീപനം വ്യത്യസ്തമാണ്. കെ ബാബു തൻ്റെ സുഹൃത്താണ്. കെ മാണി ഇവിടെ എത്തിക്കഴിഞ്ഞു. പട്ടത്തെ സ്വീകരണ കേന്ദ്രത്തിൽ ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കെ മാണി എത്തുന്നത്. മാണിക്ക് തൊട്ടുപുറകിൽ മകനും MP-യുമായ ജോസ് കെ മാണി, അതിനു പുറകിൽ കേരള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കെ മാണി എത്തുന്നത്. മഴയായതുകൊണ്ട് കാറിൽ തന്നെ ഇരുന്ന് സംസാരിക്കുന്നതിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാറിൽ തന്നെ ഇരുന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വലിയ മഴയാണ് പട്ടത്തിപ്പോഴുള്ളത്. ജോസ് കെ മാണിയും ആന്റണി രാജുവും ഉൾപ്പെടെ നിരവധി കേരള കോൺഗ്രസുകാർ കെ എം മാണിക്കൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. കാറിൽ തന്നെ ഇരുന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അതിന് മുമ്പ് പോ. പാലായിലേക്ക് യാത്ര തിരിക്കുന്നതിന്റെ തുടക്കമായി പട്ടത്തെ കേരള കോൺഗ്രസ് പാർട്ടിയുടെയും തിരുവനന്തപുരം ജില്ലയിലെ പൗരാവലിയുടെയും ആമുഖത്തിൽ നൽകുന്ന അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും ഈ സാഹിത്യ വായനശാല ഇറങ്ങി വന്ന് നിന്ന് പ്രസംഗിക്കാനുള്ള പരിമിതികളുണ്ട്. വായനശാല സംബന്ധിച്ചിടത്തോളം വായനശാല ജീവിതത്തിൽ നിർണായകമായ നിമിഷത്തിൽ അദ്ദേഹത്തോടൊപ്പം കേരള കോൺഗ്രസ് പ്രവർത്തകർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാൻ കേരള ജനത അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് കരുത്തു പകരാൻ നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. അദ്ദേഹം നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കും. സഹോദരന്മാരെ, ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. നിങ്ങൾ എവിടെയും എന്റെ മനസ്സിലുണ്ട്. ഞാൻ ആ മന്ത്രിസ്ഥാനം രാജിവെച്ച പാലായിലേക്ക് യാത്രയാവുകയാണ്. സമുദായികരെയും എന്റെ നാട്ടിലായ എല്ലാവരെയും കാണുവാൻ വേണ്ടി ഞാൻ യാത്ര പുറപ്പെടുകയാണ്. എല്ലാവരും എനിക്ക് നൽകുന്ന ഈ സ്വീകരണത്തിന്, എനിക്ക് സ്നേഹനിർഭരമായ ഈ സ്വീകരണത്തിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയട്ടെ. പട്ടമെന്ന് പറയുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടത്താണവളയുടെ അനുസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തട്ടെ. അദ്ദേഹത്തിന്റെ സ്മരണ എപ്പോഴും നമുക്ക് ആവേശം നൽകുന്നതാണ്. ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പട്ടം നൽകുന്ന ഈ സ്വീകരണം ഞാൻ ഏറ്റുവാങ്ങുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക്
മുന്നോട്ടുള്ള എന്റെ യാത്രയിലും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എനിക്ക് പേടി, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മൈക്ക് വേറെ ആരെങ്കിലും വെച്ച് ഞാൻ പണിയിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, തിരുവനന്തപുരം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരത്തെ UDF കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരന്മാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ആന്റണി രാജുവിനും എല്ലാ നേതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. നന്ദി, നമസ്കാരം. പട്ടത്തെ സ്വീകരണത്തിന് ശേഷം വീണ്ടും പാലായിലേക്ക് തിരിച്ചിരിക്കുകയാണ് KM മാണി. ഇനി കൊട്ടാരക്കരയിലാണ് അടുത്ത സ്വീകരണം ഉള്ളത്. പാലായിൽ വലിയ സ്വീകരണ ചടങ്ങുകളാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സജേഷ്, ഈ പട്ടത്തു നിന്നുള്ള സ്വീകരണത്തിന്റെ വിവരങ്ങൾ. സ്വീകരണം അവസാനിച്ചിരിക്കുന്നു. ഇവിടുന്ന് കൊട്ടാരക്കരയിലേക്കാണ് പോകുന്നത്. KM മാണിയോടൊപ്പം ഒട്ടേറെ വാഹനങ്ങളും പട്ടത്തിൽ നിന്ന് പാലാ വരെ സഞ്ചരിക്കുന്നുണ്ട്. മകനും MP-യുമായ ജോസ് കെ മാണി, ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ KM മാണിക്കൊപ്പം ഉണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമായിരുന്നു പട്ടത്തെ സ്വീകരണ യോഗത്തിൽ പ്രസംഗം. വലിയ മഴയാണ് ഇപ്പോൾ പട്ടത്തുള്ളത്. അതുകൊണ്ട് ആദ്യം കാറിൽ നിന്ന് തന്നെ പ്രസംഗിക്കാൻ ശ്രമിച്ചു. കാറിന് അടുത്ത് നിന്ന് ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമായിരുന്നു. അതിൽ തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം. പട്ടം താണുപിള്ളയുടെ നാടാണ്, പട്ടം താണുപിള്ളയെ അനുസ്മരിക്കുന്നു എന്ന വാക്കുകളോടെയായിരുന്നു പ്രസംഗം തുടങ്ങിയത്. ഇപ്പോൾ പട്ടത്ത് നിന്ന് KM മാണി തിരിച്ചു. പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കുകയാണ്. കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ അടിത്തട്ടിലുള്ള ഒരു പൊതുവികാരം കാണുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഇവിടുത്തെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലുള്ള മുദ്രാവാക്യം. അതിൽ അധിക മുദ്രാവാക്യവും UDF നേതാക്കൾക്ക് എതിരെയാണ്. മാധ്യമങ്ങളോടും അത്ര രസത്തിലുള്ള സമീപനമല്ല പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സൂക്ഷിക്കണം എന്ന തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ സ്വീകരണ ചടങ്ങുകൾക്കിടെ സൂക്ഷിക്കണമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് രണ്ട് തരത്തിലുള്ള നീതിയാണ് ഇക്കാര്യത്തിൽ കിട്ടിയെന്ന വികാരം ശക്തമാണ്. അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്ന തരത്തിലുള്ള അതിന് അനുരണനങ്ങളുള്ള ഒരു സ്വീകരണ ചടങ്ങായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. പട്ടത്ത് നിന്ന് KM മാണി തിരിച്ചു. ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ പാലായിലേക്ക് പോകും. പാലായിലാണ് ഏറ്റവും ഒടുവിലത്തെ സ്വീകരണ ചടങ്ങ്. അവിടെ PJ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. PJ ജോസഫ് ഇപ്പോൾ മാണിക്ക് കൂടെയില്ല. ജോസ് കെ മാണി MP, ആന്റണി രാജു, ജോസഫും പുതുശ്ശേരി തുടങ്ങിയ നേതാക്കളാണ്
ഇപ്പോഴുള്ളത്. അടുത്ത സ്വീകരണ കേന്ദ്രം കൊട്ടാരക്കരയിലാണ്. സൗമ്യ. എം.ആർ. സജേഷാണ് വിവരങ്ങൾ നൽകിയത്. മാണി പാലായിലേക്ക് തിരിച്ച മാണി ആദ്യ സ്വീകരണ സ്ഥലമായ പട്ടത്ത് വെച്ച മാധ്യമങ്ങളോടും ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ഇനി അടുത്ത സ്വീകരണം കൊട്ടാരക്കരയിലാണ്.